ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 9th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ദ വർക്ക് ഡൺ ബൈ എ ബോഡി ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസ്റ്റന്റ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസ്റ്റന്റ് ഫോഴ്സ് ആൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി. വർക്ക് ഡൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫോഴ്സും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡിയും തമ്മിലുള്ള പ്രൊഡക്റ്റാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെന്താ? എക്സ്പ്രസ് ദിസ് ഇൻ ദ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് വർക്ക് W ആൻഡ് ഡിസ്റ്റൻസ് D ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ് ബൈ ടേക്കിംഗ് ദ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആസ് 3 യൂണിറ്റ്സ്. അപ്പോൾ നോക്കി, ഇവിടെ നമ്മളോട് വർക്ക് W ആയിട്ടും ഡിസ്റ്റൻസ് D ആയിട്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ? ഡ്രോ ഇറ്റ്സ് ഗ്രാഫ് ബൈ ടേക്കിംഗ് ദ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആസ് 3 യൂണിറ്റ്. 3 യൂണിറ്റ് ഫോഴ്സ് ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ വെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 2 യൂണിറ്റ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 യൂണിറ്റ് ആണ് എങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. വെരിഫൈ ഇറ്റ് ബൈ പ്ലോട്ടിംഗ് ഇറ്റ് ഓൺ ദി ഗ്രാഫ്. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് നമ്മളോട് ഇവിടെ W എന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് എത്രയാണ്? 3 യൂണിറ്റ് അല്ലേ? അപ്പോൾ 3 ഡിസ്റ്റൻസ് D. അപ്പോൾ നമ്മുടെ ലീനിയർ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? W ഈസ് ഈക്വൽ ടു 3D ആണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അപ്പോൾ ലീനിയർ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു 3D. ഇതാണ് നമുക്ക് കിട്ടിയ ലീനിയർ ഇക്വേഷൻ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഡിസ്റ്റൻസ് 2 ആയിരിക്കുമ്പോൾ ഉള്ള വർക്ക് ഡൺ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ if D ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്, വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 6 യൂണിറ്റ്സ്. ഇങ്ങനെ വരും. ഇനി നമുക്കിത് ഗ്രാഫിൽ നമ്മളോട് വെരിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. വൈ ആക്സിസിൽ നമ്മൾ വർക്ക് ഡൺ എടുക്കുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇനി നമുക്ക് ഗ്രാഫ് നമുക്കിതിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡബ്ല്യുവിനെ വൈ ആയിട്ട്, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് അങ്ങനെയാണ്, വൈയും എക്സും എടുത്തിട്ടാണ് അല്ലേ. 3D ഞാൻ എക്സുമായിട്ട് എടുക്കുന്നു. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് 3x എന്നുള്ള ഈക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യണം, എക്സും വൈയും. ഇവിടെ എക്സിന് 0 കൊടുത്താൽ വൈയും 0, എക്സിന് 1 കൊടുത്താൽ വൈ ഈസ് 3. ഇനി നമ്മളിത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 0 0 വരും. ഇനി 1 കൊടുക്കുമ്പോൾ ഇവിടെ 3 ആകും. നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇത് y ഈസ് ഈക്വൽ ടു 3x എന്നുള്ള ഗ്രാഫാണ്. ഇനി നമ്മളോട് ഗ്രാഫിൽ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡണ്ണ് അത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഡിസ്റ്റൻസ് 2, അപ്പോൾ എക്സ് ആക്സിസിൽ 2 നോക്കണം. എന്താ ഇവിടുന്ന്. അപ്പോൾ വർക്ക് ഡൺ വൈ ആക്സിസിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ 2 ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ എവിടെയാണോ നമ്മുടെ ലൈനിൽ ടച്ച് ചെയ്യുന്നത്, ഇവിടെയാണ് ഈ 2വിൽ നിന്നുള്ള ഈ ലൈൻ ടച്ച് ചെയ്യുന്നത് അല്ലേ. ഇനി ഇവിടെ നിന്ന് വൈ ആക്സിസിലേക്കുള്ള ദൂരം എത്രയാണ്? വൈ ആക്സിസിൽ എത്രയാണ്? 6 ആണല്ലേ. അപ്പോൾ 2,6 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? ഡിസ്റ്റൻസ് 2 കൊടുത്തപ്പോൾ വർക്ക് ഡൺ നമുക്ക് 6 ആയിരുന്നു കിട്ടിയത്. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തപ്പോഴും നമുക്ക് എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് 2 എടുത്തപ്പോൾ വൈ ആക്സിസിലെ വർക്ക് ഡൺ നമുക്ക് 6 ആയിട്ട് കിട്ടി. ദ പോയിൻറ്റ് കറസ്പോണ്ടിങ് ടു D ഈസ് ഈക്വൽ ടു 2 ഈസ് 2,6. സോ ദ വർക്ക് ഡൺ ഈസ് 6 യൂണിറ്റ്. ഇതിൽ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം.